കിട്ടിയത് ഈ 7 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഏരിയ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നെ ആയിരിക്കും. ഈ ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ചെയ്യാം. അതാണ് നമുക്കിവിടെ എളുപ്പം. അപ്പോൾ നമുക്ക് ആ വഴിക്ക് ചെയ്യാം. ഈക്വൽ ടു 10 × 4 40 പകുതി 20 20. ഹായ്, ഇന്നത്തെ വീഡിയോ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽസ്, ചതുർഭുജങ്ങളുടെ പരപ്പളവ്. 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽസ്. 8ാം ക്ലാസ്സിലെ ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. പാർട്ടായിട്ട് ചെയ്യുന്നു. ഓരോ പാർട്ടുകൾ ഓരോ വീഡിയോയിലായിട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് സൈഡ്സ് 7 cm and 4 cm. Draw isosceles trapeziums of the same area with the following specifications. ഒരു റെക്ടാങ്കിൾ, ചതുരം, സൈഡ്സ് 7 cm and 4 cm, 7 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയിലും ഒരു ചതുരം വരയ്ക്കുക. ഡ്രോ ഐസോസെലസ് ട്രപ്പീസിയം, സമപാർശ്വ ലംബകം, ഓഫ് ദ സെയിം ഏരിയ, അതേ പരപ്പളവുള്ള സമപാർശ്വ ലംബകം വരയ്ക്കുക. ഇനി അതിൻ്റെ പ്രത്യേകതകൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെൻസ് ഓഫ് പാരലൽ സൈഡ്സ് 9 cm 5 cm. സമാന്തര വശങ്ങൾ 9 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ആയിരിക്കണം ഒന്നാമത്തെ ചോദ്യത്തിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെൻസ് ഓഫ് നോൺ പാരലൽ സൈഡ്സ് 5 cm. പാരലൽ അല്ലാത്ത, സമാന്തരമല്ലാത്ത സൈഡുകളുടെ നീളം 5 സെൻറ്റിമീറ്റർ വീതമായിരിക്കണം. ഇപ്പോൾ നമുക്ക് വരച്ചു നോക്കാം. എവിടെ ഇപ്പോൾ 7 സെൻറ്റിമീറ്റർ ലെന്തും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള, നീളവും വീതിയും 7ഉം 4ഉമുള്ള ഒരു റെക്റ്റാങ്കിൾ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇത് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. ഇനി വേണ്ടത്, ഇതിൽ തന്നെ നമുക്ക് ഐസോസെലസ് ട്രപ്പീസിയം കിട്ടണം. അപ്പോൾ അതിൽ നമുക്ക് 7 സെൻറ്റിമീറ്ററിനെ 9 സെൻറ്റിമീറ്റർ ആക്കാം. അതുപോലെ ഈ ഇവിടെയുള്ള 7 സെൻറ്റിമീറ്റർ നമുക്ക് 5 സെൻറ്റിമീറ്റർ ആക്കണം. പാരലൽ സൈഡ്സ് നമുക്ക് 5 സെൻറ്റിമീറ്ററും 9 സെൻറ്റിമീറ്ററും കിട്ടണം. ഇവിടെ നിന്നും 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടെയും 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അതുപോലെ താഴെ 1 സെൻറ്റിമീറ്റർ കൂട്ടി വരയ്ക്കുന്നു. അപ്പോൾ മുകളിൽ ഈ പുതുതായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന 1 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഇതും 1 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ഇത് 1 സെൻറ്റിമീറ്റർ, അതുപോലെ ഇവിടെയും 1 സെൻറ്റിമീറ്റർ. ഇവിടെ 5 സെൻറ്റിമീറ്റർ എന്നും ഇത് ടോട്ടൽ നമുക്ക് 9 സെൻറ്റിമീറ്റർ എന്നും കിട്ടുന്നു. ആ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിരുന്നു. അതായത് മുകളിലത്തെ ലെന്ത് 1 സെൻറ്റിമീറ്റർ കുറച്ചു. അപ്പോൾ താഴെ ലെന്ത് 1 സെൻറ്റിമീറ്റർ കൂട്ടി വരച്ചു. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ ട്രയാങ്കിൾ, താഴെ കാണുന്ന ഈ ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിം ആയി. അതുകൊണ്ട് തന്നെ പുതുതായി വരയ്ക്കുന്ന ട്രപ്പീസിയത്തിൻ്റെ ഏരിയയ്ക്ക് മാറ്റം വരുന്നില്ല. അതുപോലെ ഇവിടെ നിന്നും ഈ 1 സെൻറ്റിമീറ്റർ കുറച്ചു, താഴെ 1 സെൻറ്റിമീറ്റർ കൂട്ടി, അത് ചേർത്ത് വരയ്ക്കുന്നു. ഇവിടെയും മുകളിലുള്ള ഈ ട്രയാങ്കിളും താഴെയുള്ള ഈ ട്രയാങ്കിളും സെയിം ഏരിയ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രപ്പീസിൻ്റെ ഏരിയയിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ മുകളിൽ 5 സെൻറ്റിമീറ്റർ കിട്ടുന്നു, താഴെ നമുക്ക് 9 സെൻറ്റിമീറ്ററും കിട്ടുന്നു. ഒന്നുകൂടി വരച്ചു. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഈ 7 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും അളവുള്ള റെക്റ്റാങ്കിളിൻ്റെ അതേ ഏരിയ തന്നെയുള്ള ഐസോസെലസ് ട്രപ്പീസിയമാണ് നമുക്ക് കിട്ടിയത്. അതിന് മുകളിലത്തെ പാരലൽ സൈഡ് ഒന്ന് 5 സെൻറ്റിമീറ്ററും ഒന്ന് 9 സെൻറ്റിമീറ്ററും ആയിരിക്കും. ഇവിടെ പഴയ പോലെ തന്നെ 7 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, ഇവിടുത്തെ പ്രത്യേകത ലെൻസ് ഓഫ് നോൺ പാരലൽ സൈഡ്സ് 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. പാരലൽ സൈഡ്സിന് നീളം പ്രശ്നമല്ല, നോൺ പാരലൽ സൈഡ്സ് 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതുപോലെ ഏരിയ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നെ ആയിരിക്കുകയും വേണം.
അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുന്ന ഒരു വഴി, അവിടെ ഒരു 4 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് ഇതിൻ്റെ വീതി. അപ്പോൾ ഞാൻ സൈഡിൽ ഒരു ട്രയാങ്കിൾ വരച്ച് വെച്ചിട്ടുണ്ട്. അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതായത് 4 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ്, 3 സെൻറ്റിമീറ്റർ ബേസ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കർണം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് 3, 4, 5 ഈ നമ്പർ കേട്ടിട്ടുണ്ടാവും. പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ്, പൈതഗോറസ് തിയറം പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. പൈതഗോറിയൻ സംഖ്യാത്രയങ്ങൾ എന്ന് പറയും, പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് 3, 4, 5. ആ രീതിയിൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ സെൻറ്റിമീറ്ററോ മീറ്ററോ യൂണിറ്റ് എന്തായാലും 3, 4, 5 എന്ന രീതിയിൽ, ഇത് ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3, 4, 5 എന്ന രീതിയിൽ നമ്മളൊരു ട്രയാങ്കിൾ ഉണ്ടാക്കിയാൽ അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും, മട്ട ത്രികോണമായിരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ വരച്ചപ്പോഴും നമ്മൾ ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ, ഒരു സ്ഥലത്ത് നിന്ന് ട്രയാങ്കിളിനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ എക്സ്ട്രാ ആ ട്രയാങ്കിൾ മറ്റൊരു സ്ഥലത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ട്രപ്പീസിയം ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ 3 സെൻറ്റിമീറ്ററും ഒരു സൈഡിൽ അതായത് ഇത് റെക്റ്റാങ്കിൾ ആകുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ റൈറ്റ് ആംഗിളാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 5 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ വിചാരിച്ചെടുത്താൽ അതിൻ്റെ ബേസ് നമുക്ക് 3 സെൻറ്റിമീറ്റർ ബേസിൽ നിന്ന് എടുത്ത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുത്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ട് ചേർത്ത് വെച്ചാൽ, അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് നമ്മൾ 5 സെൻറ്റിമീറ്റർ എടുത്തെങ്കിൽ ആ 5 സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് നോൺ പാരലൽ സൈഡ്സിൻ്റെ ലെന്തായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ അത് ഐസോസെലസ് ആയിരിക്കും. അതുപോലെ ഏരിയയിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ഇപ്പോൾ നമുക്കത് വരച്ച് നോക്കാം. ഇവിടെ നിന്നും 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. ഇതേ അളവ് ഓപ്പോസിറ്റ് സൈഡിൽ എക്സ്ട്രാ നമ്മൾ 3 സെൻറ്റിമീറ്റർ ചേർക്കും. ഞാൻ സ്കെയിലെടുത്തല്ല വരയ്ക്കുന്നത്, അളവെടുത്ത് വരച്ചാൽ കുറേ സമയം പോകും. അതുകൊണ്ട് ഞാൻ വെറുതെ വരയ്ക്കുന്നു. നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് സ്കെയിലെടുത്ത് കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് തന്നെ വരയ്ക്കുക. ഇനി ഈ 4 സെൻറ്റിമീറ്റർ, അപ്പോൾ ഇവിടുത്തെ ഈ 2 ഡിസ്റ്റൻസും നമുക്ക് 3 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് വരയ്ക്കുന്നു. കാരണം അതായത് ഇത് ഈ മൂലയിലേക്ക് കൂട്ടിമുട്ടിക്കുന്നു, ഇത് ഇപ്പുറത്തേക്ക്. അപ്പോൾ ഇവിടെയുള്ള സൈഡുകൾ നമ്മളിപ്പോൾ വരച്ച ഹൈപ്പോട്ടന്യൂസ്, ഈ ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ്, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇതും 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് എന്തായാലും ഹൈപ്പോട്ടന്യൂസ് നമുക്ക് 5 സെൻറ്റിമീറ്റർ കിട്ടും. 5 സെൻറ്റിമീറ്റർ, ഇവിടെയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അളക്കൊന്നും വേണ്ട, ഇപ്പുറത്ത് 3 മാത്രം അളന്നാൽ മതി. 5 സെൻറ്റിമീറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ ട്രപ്പീസിയം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ട്രപ്പീസിയം നമുക്കൊന്ന് സ്പെഷ്യലായിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ 7 + 3 നമുക്ക് 10 സെൻറ്റിമീറ്റർ കിട്ടുന്നു. ഇനി ഇവിടെ 5 സെൻറ്റിമീറ്റർ, അത് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഈ മുകളിലത്തെ സൈഡിൽ ആകെ 7 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ പോയി ബാക്കി 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് നമ്മൾ അളക്കണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇനി ഇവിടെ കിട്ടുന്നത് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ നീളനിറത്തിൽ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ കറക്റ്റ് പുതിയ ട്രപ്പീസിയം. ഐസോസെലസ് ആണ്, അതുപോലെ അതായത് സമപാർശ്വ ലംബകമാണ്. നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആവണം എന്നേ പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ആവണം, അതുപോലെ 5 സെൻറ്റിമീറ്റർ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോൺ പാരലൽ സൈഡ്സ് 5 സെൻറ്റിമീറ്റർ ആകാൻ വേണ്ടി നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് ഹൈറ്റ് അവിടെ 4 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ടാണ് നമ്മൾ 5 സെൻറ്റിമീറ്റർ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസായിട്ട് നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുത്തു. അപ്പോൾ 3 സെൻറ്റിമീറ്റർ മുകളിൽ നിന്ന് കുറച്ചു, അപ്പോൾ താഴെ 3 സെൻറ്റിമീറ്റർ കൂട്ടി. അപ്പോൾ 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ അളവുള്ള ഒരു മട്ടത്രികോണം, റൈറ്റ് ട്രയാങ്കിൾ ഒരു സൈഡിൽ നമ്മൾ മാറ്റി ഇപ്പുറത്തെ സൈഡിൽ ചേർത്ത് വെച്ചു. അപ്പോൾ ഏരിയയ്ക്ക് മാറ്റം വന്നിട്ടില്ല. അപ്പോൾ വരച്ച വഴി ഒന്നുകൂടി ഓർത്ത് നോക്കുക. 4 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ ആണുള്ളത്. അപ്പോൾ മുകളിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ നമ്മൾ കുറച്ചു. അപ്പോൾ ആ 3 സെൻറ്റിമീറ്റർ താഴെ കൂട്ടി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞിരിക്കുന്ന അളവിലുള്ള 5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് നോൺ പാരലൽ സൈഡ്സ് കിട്ടുന്നത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിച്ച വഴി പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്.
അപ്പോൾ പറഞ്ഞ അളവിലുള്ള 2 ട്രപ്പീസിയം നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഐസോസെലസ് ട്രപ്പീസിയം ഡ്രോൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സമപാർശ്വ ലംബകത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. ഇവിടെ വളരെ എളുപ്പമാണ്. നമുക്ക് പാരലൽ സൈഡ്സ് 7 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു റെക്റ്റാങ്കിളാക്കി പരിഗണിച്ച് 2 ട്രയാങ്കിളാക്കി ഇതിനെ കട്ട് ചെയ്തിട്ട് 3 കഷ്ണമായിട്ട് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ ബേസ് 4 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള 2 റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടും. അതുപോലെ 3 സെൻറ്റിമീറ്റർ വീതിയും 4 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു റെക്റ്റാങ്കിളും കിട്ടി. അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കൂട്ടിയാൽ മതി. പക്ഷേ അതിലും എളുപ്പം നമുക്കിവിടെ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുത്തിട്ട് ചെയ്യാം. അതാണ് നമുക്കിവിടെ എളുപ്പം. അപ്പോൾ നമുക്ക് ആ വഴിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ട്രപ്പീസിയത്തിൻ്റെ ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ഡി. അപ്പോൾ അവിടെ ലെങ്ത് ഓഫ് പാരലൽ സൈഡ്സ് ആണ് എയും ബിയും. അപ്പോൾ അവിടെ നമുക്ക് എ ഈസ് ഈക്വൽ ടു തന്നിട്ടുള്ളത് നമുക്ക് 7 സെൻറ്റിമീറ്റർ എന്നും ബി ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ എന്നും അതുപോലെ അവിടുത്തെ ഡിസ്റ്റൻസ് ബി ഈസ് ഈക്വൽ ടു പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് 4 സെൻറ്റിമീറ്റർ എന്നും നമുക്കറിയാം. ഇനി ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് എ പ്ലസ് ബി ഇൻറ്റു ഡി. ആ ഇക്വേഷൻ നമ്മൾ കൊടുക്കുന്നു. ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് ഡി. എ പ്ലസ് ബി എന്നുള്ളത് 7 3 7 പ്ലസ് 3 ഇൻറ്റു ഡി എന്നുള്ളത് 4 സെൻറ്റിമീറ്റർ ആണ്. 4 ഈക്വൽ ടു 1/2 ഇൻറ്റു 7 3 10 ഇൻറ്റു 4 ഈക്വൽ ടു 10 × 4 40 പകുതി 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ട്രയാങ്കിളും റെക്റ്റാങ്കിളും നോക്കി മാറ്റാൻ വേണ്ടി പോയിട്ടില്ല. കാരണം നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ട്രപ്പീസിൻ്റെ ഇക്വേഷൻ അറിയില്ലെങ്കിൽ മാത്രമാണ് ട്രയാങ്കിളും റെക്റ്റാങ്കിളും ആക്കിയിട്ട് മാറ്റേണ്ടത്. ഇവിടെ നമുക്ക് ഇക്വേഷൻ അറിയാവുന്നതുകൊണ്ട് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ഡി. എ പ്ലസ് ബി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പാരലൽ സൈഡ്സ് ആണ്. പാരലൽ സൈഡിൻ്റെ ലെന്തുകൾ കൂട്ടി അതിൻ്റെ സമ്മും ഇൻറ്റു അവ തമ്മിലുള്ള ഡിസ്റ്റൻസും. ഡിസ്റ്റൻസ് 4 ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹാഫ് ഇൻറ്റു എയും ബിയും 7 ഉം 3 ആണ്. 7 + 3 ഇൻറ്റു ഡിസ്റ്റൻസ് 4 കൊടുത്തു, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി.